നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഡൗട്ട് ക്ലിയറിങ് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഒരുപാട് പേരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് ബിഗിനേഴ്സ് കിറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബിഗിനേഴ്സ് കിറ്റ് എന്നുള്ള ഒരു പ്ലാന് നല്ലതാണ്. അത് ബിഗിനേഴ്സിന് അറിയില്ലല്ലോ നമുക്കിപ്പം ഏത് സാധനം വാങ്ങിക്കണം. ഇപ്പോൾ ഒരു ബ്രഷ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ബ്രഷിൻ്റെ സൈസ് ഏത് വാങ്ങിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് അത് യൂസ്ഫുൾ ആവും എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലാണ്. ഞാൻ വൈകാതെ തന്നെ ബിഗിനേഴ്സ് കിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചുകൊണ്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പല പല ഷോപ്പുകളിലും ചോദിക്കുന്നുണ്ട്, നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എത്തിക്കുമ്പം അത് ഭയങ്കര റേറ്റിൽ എത്തിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബിഗിനേഴ്സ് കിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല ഷോപ്പുകളിലും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചക്കകം തന്നെ നമ്മൾ ഈ ഒരു ബിഗിനേഴ്സ് കിറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എംബ്രോയ്ഡറി ക്ലാസ്സുമായിട്ടാണ്. നമ്മൾ ഇതിന് മുന്നേ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വേറെ 3 സ്റ്റിച്ചസ്, ബേസിക് ആയിട്ടുള്ള 3 സ്റ്റിച്ചസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനാണ് ഈ ഒരു ഫാഷൻ ഡിസൈനിങ്, നിങ്ങൾ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് 1 മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പാർട്ട് 1 മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചും വിപ്ഡ് ബാക്ക് സ്റ്റിച്ചും അതുപോലെ സ്റ്റെം സ്റ്റിച്ചുമാണ്. വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചും വിപ്ഡ് ബാക്ക് സ്റ്റിച്ചും നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചിനോടും കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചും വിപ്ഡ് ബാക്ക് സ്റ്റിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൂപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സെയിം ക്ലോത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് എഴുതി കൊടുക്കാം. വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പം എൻ്റെ സ്കെയില് മിസ്സിങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഓൾറെഡി നീഡിലിൽ ത്രെഡ് കോർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൈഡ് ചെറിയ ഭാഗം മാത്രം എടുത്ത്, അതായത് കംപ്ലീറ്റ്ലി വലിച്ചു കൊടുക്കാതെ ഒരു സൈഡ് മാത്രം നോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൽ നമുക്ക് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചുമായിട്ടും ബാക്ക് സ്റ്റിച്ചുമായിട്ടും കണക്റ്റഡ് ആണ് എന്നുള്ളത്. അതായത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചായിട്ട് കണക്റ്റഡ് ആണ്, വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചായിട്ടും കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾക്ക് മോട്ടിഫിൽ അപ്ലൈ ചെയ്ത് കാണണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പം അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. മോട്ടിഫിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർ നമ്മളെ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടു നോക്കുക കേട്ടോ. ഞാനതിവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഈ ഒരു സ്ട്രൈറ്റ് ലൈന് കംപ്ലീറ്റ് ആയിട്ടും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മളിതിൽ മറ്റൊരു ത്രെഡ് വെച്ച് മറ്റൊരു രീതിയിൽ സ്റ്റിച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ തൊട്ട് ബാക്കിൽ നമ്മൾ എൻഡ് ചെയ്ത പോയിൻറ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നീഡിലെടുക്കുക. അറിയായിരിക്കും, നമ്മൾ ഓരോ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ലൂപ്പ് വന്നതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നീഡിൽ ഒരു 2 ടൈംസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ത്രെഡ് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് അല്ലേ. അപ്പോൾ ഇതിൽ ചെറിയൊരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചായിട്ട് അത് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു നീഡിലിൽ ത്രെഡ് കോർത്തിട്ടുണ്ടായിരുന്നു. ഒരു ഹാഷ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിലൂടെ നമ്മുടെ നീഡിലെടുക്കുക. നീഡിലെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രമായിട്ട് കേട്ടോ, ഫാബ്രിക്കിൽ നമ്മൾ ഒരിക്കലും തട്ടാൻ പാടില്ല. സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രമായിട്ട്, അതായത് കണ്ടോ നീഡിൽ ഇങ്ങനെ നീങ്ങുന്നുണ്ട്, അതായത് നമ്മൾ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് നീഡിൽ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നീഡിലെടുക്കുക. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് നമ്മൾ നീഡിൽ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇങ്ങനെ നീഡിലെടുക്കുക, നമ്മൾ ത്രെഡ് വലിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് സ്റ്റിച്ച്, ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ചിൻ്റെയും തന്നെ മുകളിൽ നിന്ന് താഴോട്ട്, അതും ഫാബ്രിക്കിൽ തട്ടേണ്ട ആവശ്യമില്ല, ഈ ഒരു സ്റ്റിച്ചിൽ മാത്രം തട്ടിയാൽ മതി. മുകളിൽ നിന്ന് താഴോട്ട് നീഡിലെടുക്കുക, നമ്മുടെ ത്രെഡ് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഒരു സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ച് നോക്കാം. ഈ ഒരു സ്റ്റിച്ചിൻ്റെയും തന്നെ മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ താഴേന്ന് മുകളിലേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും അത് തന്നെ ഫോളോ ചെയ്യുക. അല്ല ഇനിയിപ്പോൾ ഞാൻ ചെയ്തതുപോലെ മുകളിൽ നിന്ന് താഴോട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അപ്പം ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ടൈറ്റായി വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു സെക്കൻഡായിട്ട് ചെയ്യുന്ന ഈ ഒരു ത്രെഡ് നമ്മൾ നല്ലോണം വലിച്ച് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു ലൂസിൽ എന്നാൽ അഴിഞ്ഞു പോരാത്ത രീതിയിലുമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. എൻഡ് വരെയും നമുക്ക് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഓരോ സ്റ്റിച്ചിൻ്റെയും മുകളിൽ നിന്ന് താഴോട്ട് ഇതുപോലെ ത്രെഡ് എടുത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് ടൈറ്റാക്കി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി, ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവലിൽ വലിച്ച്, എന്നാൽ ഒരുപാട് ലൂസും അല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല, അങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലാസി ലുക്കാണ് നമുക്ക് ഈ ഒരു വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചും തരുന്നത്. നമുക്ക് ഔട്ട്ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ്. നമുക്ക് മൾട്ടി കളറിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഔട്ട്ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചും വിപ്പ്ഡ് ബാക്ക് സ്റ്റിച്ചും കേട്ടോ. രണ്ടും നമുക്ക് ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ, പക്ഷേ കാണാൻ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കിതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം.
പിന്നെ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കെട്ട് വീഴാൻ ചാൻസ് ഇല്ല കേട്ടോ. നമ്മൾ നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഈ ഒരു ത്രെഡ് കടത്തുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ട് വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും നമുക്കില്ല. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളതിൻ്റെ മുകളിൽ ഈ ഒരു ത്രെഡ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം അത് അത്ര വലിയ റിസ്ക് ഒന്നുമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ എല്ലാ സ്റ്റിച്ചിലും നമ്മുടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അവസാന സ്റ്റിച്ചിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാബ്രിക്കിൽ ഒരിക്കലും നമ്മൾ നീഡിൽ കയറ്റേണ്ട ആവശ്യമില്ല, നമ്മൾ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച്, ഈ ഒരു പിങ്ക് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്തല്ലോ റണ്ണിങ് സ്റ്റിച്ച്, ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് എൻഡ് ചെയ്ത സെയിം പോയിന്റിലൂടെ തന്നെ നമുക്ക് നീഡിൽ താഴത്തോട്ട് ഇറക്കാം. ഓക്കെ, നമ്മൾ നീഡിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലും ഈ ഒരു എൻഡിങ് പോയിന്റിലും മാത്രമാണ് നമുക്ക് ഈ ഒരു കളർ ത്രെഡ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇതിൻ്റെ ഇടയിലൊന്നും നമ്മൾ ഫാബ്രിക്കിലോട്ട് ഈ ഒരു ത്രെഡ് കൊണ്ടുവന്നിട്ടില്ല, നമ്മൾ ആ ഒരു സ്റ്റിച്ചിനുള്ളിലൂടെ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷനിലൊന്നും നമുക്ക് ഈ ഒരു ത്രെഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് ഈ ഒരു എൻഡിങ് പോർഷനിലും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പോയിന്റിലും മാത്രമാണ് നമുക്ക് ഈ ഒരു ത്രെഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവുണ്ടാവുമല്ലോ, നമുക്ക് മൾട്ടി കളറിൽ ഒരു ക്ലാസി ലുക്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എംബ്രോയിഡറി സ്റ്റിച്ചാണ് ഈ ഒരു വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഡ്രസ്സിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച്. പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. സോറി, റണ്ണിങ് സ്റ്റിച്ച് അല്ല കേട്ടോ, വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ 4th വണ് വിപ്ഡ് ബാക്ക് സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രൈറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത മെത്തേഡ് തന്നെയാണ് ഈ ഒരു വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെയിം ത്രെഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു പിങ്ക് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു സ്ട്രൈറ്റ് ലൈനിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രൈറ്റ് ലൈന് കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും റണ്ണിങ് സ്റ്റിച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് അല്ലേ. അപ്പോൾ ഇനി വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് ഞാൻ സ്ട്രൈറ്റ് ലൈനിലും കാണിച്ചു തന്നിട്ടുണ്ട്, അതുപോലെ മോട്ടിഫിലും ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അത് കാണാതെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. കാരണം ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും അറിയാതെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ആയാലും വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ആയാലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ, നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ചെയ്ത ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ട്രൈറ്റ് ലൈന് കംപ്ലീറ്റ് ആയിട്ടും ബാക്ക് സ്റ്റിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് നോട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ നമ്മൾ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ മറ്റൊരു ത്രെഡ് വെച്ചിട്ട്, മറ്റൊരു കളറ് ത്രെഡ് വെച്ചിട്ട് നമുക്ക്
ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത സെയിം കളർ ത്രെഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തല്ലോ, ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ നമ്മൾ നീഡിൽ പുറത്തെടുക്കുക. നോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ത്രെഡ് നോട്ട് ചെയ്യണം. അതിനുശേഷം ഈ ഒരു ബാക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് നീഡിൽ പുറത്തെടുക്കാം. എന്നിട്ട് നമ്മൾ വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തല്ലോ, സെയിം മെത്തേഡ് തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഓരോ സ്റ്റിച്ചിൻ്റെയും മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ത്രെഡിലൂടെ മാത്രം മതി, സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രം ഇൻസേർട്ട് ചെയ്താൽ മതി. നമ്മൾ ഫാബ്രിക്കിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഫാബ്രിക്കിലൂടെ നമ്മൾ നീഡിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിലൂടെ ഇതുപോലെ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അതന്നെ ഫോളോ ചെയ്യുക. അല്ല നിങ്ങൾ താഴെ നിന്ന് മുകളിലേക്കാണ് ചെയ്തത്, അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എൻഡ് വരെയും അത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏത് ഡയറക്ഷനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻഡ് വരെയും സെയിം ഡയറക്ഷനിൽ തന്നെ ഫോളോ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ചിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ ലെവലിൽ ത്രെഡ് വലിച്ചെടുക്കുക. നമ്മൾ ഒരുപാട് ലൂസും ആകാൻ പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റും ആകാൻ പാടില്ല. ആ ഒരു ലെവലിൽ വേണം നമ്മൾ ഈ ഒരു ത്രെഡ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക് സ്റ്റിച്ചിൻ്റെ എൻഡ് വരെയും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ മുകളിൽ നിന്ന് താഴോട്ടാണ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ ത്രെഡ് കെട്ട് വരുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 സ്റ്റിച്ചസ് ആണ് കേട്ടോ. നമ്മുടെ വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ വിപ്പിടെ ബാക്ക് സ്റ്റിച്ചും. നമുക്ക് മൾട്ടി കളറിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 സ്റ്റിച്ചസ് ആണ് വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ചും വിപ്പിടെ ബാക്ക് സ്റ്റിച്ചും. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ഒക്കെ പഠിച്ചവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റിച്ചാണ് നമ്മുടെ വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ വിപ്പിടെ ബാക്ക് സ്റ്റിച്ചും. രണ്ടും ഏകദേശം ഈക്വൽ, കാണാനൊക്കെ സെയിം ആണെന്നുണ്ടെങ്കിലും നമുക്ക് വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നന്നായിട്ട് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു സെക്കൻഡ് വൺ എടുത്ത് ചെയ്ത ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡിൻ്റെ ഗ്യാപ്പ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ വിപ്പിടെ ബാക്ക് സ്റ്റിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സ്റ്റിച്ച് എൻഡ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ നീഡിൽ താഴോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിനുള്ളിലൂടെ നമുക്ക് നീഡിലിട്ടതിന് ശേഷം നോട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ത്രെഡ് കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ചും വിപ്പിടെ ബാക്ക് സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് കാണാമല്ലോ. നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ ലെങ്ത്ത് വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ചിൽ കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു വിപ്പിടെ ബാക്ക് സ്റ്റിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഉരുണ്ട രീതിയിലായിരിക്കും നമുക്ക് ഈ ഒരു വിപ്പിടെ ബാക്ക് സ്റ്റിച്ച് കിട്ടുന്നത്. എന്നാൽ വിപ്പിടെ റണ്ണിങ് സ്റ്റിച്ച് കിട്ടുന്നത് ഒരു പരന്ന രീതിയിലായിരിക്കും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ സ്ട്രൈറ്റ് ലൈനിലും അതുപോലെ മോട്ടിഫിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ 5th വൺ എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി ഞാൻ ഈ ഒരു റോസ് കളർ ത്രെഡ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ഒരു ത്രെഡ് വിട്ടിട്ട്, അതായത് നമ്മൾ ഈ ഒരു ത്രെഡ് എൻഡ് വരെ എടുത്തിട്ടില്ല. ഈ ഒരു ത്രെഡ് മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇനി സ്റ്റെം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റിലൂടെ നമ്മുടെ നീഡിൽ പുറത്തെടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈന് വരച്ചല്ലോ, ഈ ഒരു ലൈനിൻ്റെ തൊട്ട് മുകളിൽ നിന്ന്, ഒരുപാട് മുകളിലേക്ക് പോകണ്ട, തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു നീഡിൽ ഇങ്ങനെ ഇറക്കി നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റും നമ്മൾ നീഡിൽ ഇറക്കിയ ആ ഒരു പോയിന്റും, ആ ഒരു ഗ്യാപ്പിൻ്റെ ഏകദേശം സെൻറ്റർ വരുന്ന രീതിയിൽ നമുക്ക് ലൈൻ വരച്ചല്ലോ, അതിലൂടെ നീഡിൽ പുറത്തെടുക്കാം. അതായത് ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ നീഡിൽ പുറത്ത് എടുത്തു. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് നീഡിൽ പുറത്തെടുത്തു, ത്രെഡും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വലിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഈ ഒരു ലൈന് വരച്ചല്ലോ, ഈ ഒരു ലൈന് വരച്ചതിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് നമ്മുടെ നീഡിൽ ഇതുപോലെ താഴോട്ട് ഇറക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റും അതുപോലെ നീഡിൽ ഇറക്കിയ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൻ്റെയും സെൻറ്റർ, ഏകദേശം സെൻറ്റർ വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ലൈൻ വരച്ചല്ലോ, ലൈനിലൂടെ നമുക്ക് ഈ നീഡിൽ പുറത്തെടുക്കുക. എന്നിട്ട് നമുക്ക് വലിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്തു. ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ്, നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തല്ലോ, ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ലൈനിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് നീഡിൽ ഇറക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഈ ഒരു എൻഡിൻ്റെ അവിടെ നമ്മൾ ലൈന് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കൂടെ നമ്മുടെ നീഡിൽ പുറത്തെടുക്കുക. എന്നിട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് സ്റ്റിച്ചും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പം ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ, അങ്ങനെ വരുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുമ്പം എത്ര തന്നെ പറഞ്ഞു തന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതെനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പം ഇത്തിരി പാടാന്ന് തോന്നും, പക്ഷെ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ച് തന്നെയാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ കുറച്ച് പുറത്തു നിന്ന് നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് നീഡിൽ താഴത്തോട്ട് ഇറക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡ് പോയിന്റിൻ്റെ അവിടെ താഴെയായിട്ട് ലൈന് വരുമല്ലോ, നമ്മൾ വരച്ച ലൈന്, ആ ഒരു ലൈനിൽ കൂടെ നമ്മുടെ നീഡിൽ പുറത്തെടുക്കുക. എന്നിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും ഒക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലാവും. പക്ഷേ ഇനി വരുന്ന സ്റ്റിച്ചസ് ഒന്നും ചിലവർക്ക് അധികം ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതുപോലെ സ്ട്രൈറ്റ് ലൈനിൽ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം മോട്ടിഫിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും നമ്മൾ പറഞ്ഞു ഔട്ട്ലൈനിങ്ങിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ചസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ലീഫ് അതുപോലെ ട്രീ ഒക്കെ വരക്കുമ്പം അതിലൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു സ്റ്റെം സ്റ്റിച്ച്. അപ്പോൾ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഇപ്പം മുകളിൽ നിന്ന് ലൈനിൻ്റെ മുകളിൽ നിന്നാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാക്ക് സ്റ്റിച്ചിൻ്റെയും ഇപ്പോൾ ബാക്ക് സ്റ്റിച്ചിൻ്റെയും ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എൻഡ് വരെയും നമ്മൾ മുകളിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ല നമ്മൾ താഴെ നിന്നാണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ലൈനിൻ്റെ താഴെ നിന്നാണ് നമ്മൾ നീഡിൽ ഇങ്ങനെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻഡ് വരെയും താഴെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇപ്പം ഞാൻ മുകളിൽ നിന്നാണല്ലോ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി മുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റെം സ്റ്റിച്ചും ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലീഫ് ട്രീ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ കുറച്ച് പുറത്ത് വന്ന് നീഡിൽ താഴോട്ട് ഇറക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് നോട്ട് ചെയ്തെടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചും വിപ്പിഡ് ബാക്ക് സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നിങ്ങളും ഇതുപോലെ സ്ട്രൈറ്റ് ലൈനിൽ വരച്ച് പിന്നെ മോട്ടിഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെം സ്റ്റിച്ചൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളൂ. കാരണം ഇത് ഇത്തിരി ഞാൻ പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. പിന്നെ ഞാനിത് 6 സ്ട്രാൻഡ്സിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം ഒരു 3 സ്ട്രാൻഡ്സിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം 6 സ്ട്രാൻഡ്സിലായതുകൊണ്ട് എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ 3 സ്ട്രാൻഡ്സിൽ ചെറിയ ചെറിയ സ്റ്റിച്ചസൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു സ്റ്റെം സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, ഡ്രസ്സുകളിലൊക്കെ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു 3 സ്ട്രാൻഡ്സിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്റ്റിച്ചസൊക്കെയും തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചും വിപ്പിഡ് ബാക്ക് സ്റ്റിച്ചും അതുപോലെ സ്റ്റെം സ്റ്റിച്ചും പഠിച്ചു അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് മോട്ടിഫിൽ അപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ, ഞാൻ പറയാറുണ്ടല്ലോ, സ്ട്രൈറ്റ് ലൈനിൽ ചെയ്യുന്നതും അതുപോലെ മോട്ടിഫിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് വളരെ വലുതാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും മോട്ടിഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വീഡിയോയിൽ വരുന്ന മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.